ഗുരുവായൂർ തൊഴണമെന്ന് ഉള്ളൊരാഗ്രഹം പറഞ്ഞ് കുറേ അച്ഛനമ്മമാരുണ്ട്. ശരിക്കും സ്നേഹക്കൂട്ടിൽ ജാതിയും മതവും ഒന്നുമില്ല, എല്ലാ മതസ്ഥരും ഉണ്ട് സ്നേഹക്കൂട്ടിൽ. അപ്പം നമ്മളിങ്ങനെ അച്ഛനമ്മമാരോട് ചോദിച്ച് നിങ്ങൾക്ക് ആർക്കൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ചോദിച്ചപ്പം ഒരുപാട് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള അച്ഛനമ്മമാരുൾപ്പെടെ എല്ലാവരും ആഗ്രഹം പ്രകടിപ്പിച്ചു കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം ഒരു 98ഓളം അച്ഛനമ്മമാരുമായിട്ട് ഇപ്പം കുറേ പേരൊക്കെ കടക്കുന്നവരുണ്ട്, എങ്കിലും വീൽ ചെയറിലിരിക്കുന്നവർക്ക് വരെ ആഗ്രഹമുള്ള വീൽ ചെയറിലിരിക്കുന്ന അച്ഛനമ്മമാരെ വരെ കൂടെ കൂട്ടിക്കൊണ്ടാണ് ഗുരുവായൂരിലേക്ക് യാത്ര തിരിക്കുന്നത്. 2 ടൂറിസ്റ്റ് ബസ്സിലായിട്ടാണ് പോകുന്നത്. പക്ഷേ ഇത്രയും ലോങ് ആയിട്ട് പോകുമ്പം എങ്ങനെയാണ് ഇവരെ കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരിതായിരുന്നു. പക്ഷെ 101 വയസ്സുള്ള ഒരമ്മ ആഗ്രഹം പ്രകടിപ്പിച്ച്, 101 വയസ്സുള്ള നടക്കുന്ന ഒരമ്മ. അപ്പോൾ ആ അമ്മയുടെ മോളും കൂടെ അന്ന് നമ്മുടെ കൂടെ വന്നു. ശരിക്കും ആ അമ്മയുടെ മോക്ക് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേച്ചിക്ക് അമ്മയെ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് അമ്മേനെ സ്നേഹക്കൂട്ടിൽ എത്തിച്ചത്. തനിച്ചിരുത്തിയിട്ടൊക്കെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം. അതെ അതാ. അപ്പം ചേച്ചി തന്നെയാണ് അമ്മേനെ ആക്കിയത്. അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞ് വളരെ സന്തോഷം, ഞാനും വരാമെന്ന് പറഞ്ഞാൽ ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ 101 വയസ്സുള്ള അമ്മയെയും കൂട്ടി ഒക്കെ യാത്ര തിരിക്കുമ്പോൾ ഇത്രയും പ്രായമുള്ളവരെ വീൽ ചെയറിലിരിക്കുന്നവരെ വരെയായിട്ട് ഇങ്ങനെ പോകുമ്പം ശരിക്കും എനിക്ക് ഞാൻ പോലും പലവട്ടം ഗുരുവായൂർ പോയിട്ട് ശരിക്കും ഗുരുവായൂരപ്പനെ നന്നായിട്ട് എനിക്ക് തൊഴാൻ പറ്റിയിട്ടില്ല. കാരണം ഈ തിക്കിലും തിരക്കിലും പെട്ട് പലപ്പോഴും ഞാൻ തിരിച്ചു പോരുകയാണ് പതിവ്, ക്യൂവിൽ നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത്രയും ആളുകളെയായിട്ട് പോകുന്ന എങ്ങനെയാണെന്നുള്ളൊരു ബുദ്ധിമുട്ടിൽ പോയി അവിടെ എത്തി. ഒരു കുഴപ്പവും ഇല്ലാതെ ഇത്രയും അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം ഗുരുവായൂരപ്പൻ ഇറങ്ങി വന്നെന്ന് ദർശനം തരിക എന്നൊക്കെ പറഞ്ഞതുപോലെ സുഖമായിട്ട് ഇവരെ സെപ്പറേറ്റ് നമുക്ക് തൊഴിയിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. അവരോടൊപ്പമാണ് ഞാനും വന്ന് ഗുരുവായൂരപ്പനെ ശരിക്കും കണ്ടത്. വീൽ ചെയറിലിരിക്കുന്ന ആൾ മുതൽ 101 വയസ്സുള്ള അമ്മയെ വരെ ഗുരുവായൂർ തൊഴിയിക്കാനായിട്ട് പറ്റി. അതൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുകയാണ്. അവരുടെ ഇതുപോലുള്ള